ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ മല്ലിയിലയൊക്കെ നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ മല്ലിയില പെട്ടെന്ന് തന്നെ അഴുകി പോകാറുണ്ട്. എത്ര നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വാങ്ങിച്ചാലും അത് 2-3 ദിവസം ആകുമ്പോൾ തന്നെ അത് അഴുകി പോകാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഞാൻ പല വീഡിയോയിലും മല്ലിയില സൂക്ഷിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഇന്ന് വേറൊരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിയില വാങ്ങിച്ചു കൊണ്ട് വന്ന ഉടനെ അതിൻ്റെ ആ ഒരു ഇത് കേടായ മല്ലിയില എല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഒരിക്കലും മല്ലിയില നമ്മൾ സൂക്ഷിക്കുമ്പോൾ കഴുകി ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് ഒരു ദിവസം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകാറുണ്ട്. നമ്മൾ എത്ര ഉണക്കി നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വച്ചാലും അത് 2 ദിവസം ആകുമ്പോൾ തന്നെ അത് കേടായി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, മല്ലിയില ഇതുപോലെ വാങ്ങിച്ചുകൊണ്ട് വന്ന ശേഷം അതിൻ്റെ ആ കേടായ മല്ലിയില എല്ലാം മാറ്റിയ ശേഷം ഇതുപോലെ അതിൻ്റെ ഇലയെല്ലാം ഇതുപോലെ ഒന്ന് വെട്ടി ഒരു പാത്രത്തിലിടണം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഇതുപോലെ മുറിച്ചിടുക. അപ്പോൾ നമ്മൾ കേടായ മല്ലിയില എല്ലാം ഒന്ന് മാറ്റി കളഞ്ഞ ശേഷം വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാൻ. അധികം അതിൻ്റെ ആ ഒരു തണ്ടുള്ള ഭാഗം വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ ഈ ഇല എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളൊരു ഈർപ്പോ ഒന്നുമില്ലാത്ത ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഈ ഒരു മല്ലിയില എല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടും നനവ് പാടില്ല. കാരണം ആ മല്ലിയിലയിലും നനവ് പാടില്ല, ആ വയ്ക്കുന്ന ആ ബോട്ടിലും നനവ് പാടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ഒന്ന് ആക്കിയ ശേഷം നമ്മളിതിനെ അടച്ച് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഈ ഒരു മല്ലിയില നമുക്ക് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ എടുക്കുമ്പോൾ അത് നല്ലതുപോലെ കഴുകിയ ശേഷം നമ്മൾ പാചകത്തിൽ ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാനവിടെ ഈ ഒരു മല്ലിയില എടുത്ത ശേഷം ഞാൻ ഒരാഴ്ച വരെ ആയിട്ടുള്ള മല്ലിയിലയാണ്. അപ്പോൾ എനിക്കധികം ഞാൻ കറികളൊന്നും വയ്ക്കാത്തതുകൊണ്ട് തന്നെ അധികം എടുത്തിട്ടുമില്ല. എങ്കിലും അത് ഒന്നും ഇല്ലാതാവാതെ ഇരിപ്പുണ്ട്. കണ്ടോ, ഇടയ്ക്കൊക്കെ ചെറിയൊരു മഞ്ഞ കളറിൽ ഇല ആയതല്ലാതെ ഒട്ടും തന്നെ അത് കേടായിട്ടില്ല. നമുക്കിതിന് കുറേ ദിവസം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മല്ലിയില കുറേ നാൾ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, പയറൊക്കെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. രാവിലെയൊക്കെ ജോലി തിരക്കൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ അരിഞ്ഞ് നമുക്കൊരു പാത്രത്തിലാക്കി വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ അരിയുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് അടുക്കി നല്ലതുപോലെ ഒന്ന് അടുക്കിയ ശേഷം 2 സൈഡൊന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ പയറൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ അരിയും തോറും ആ ഒരു റബ്ബർ ബാൻഡ് താഴോട്ട് നീക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കള ജോലികൾ എളുപ്പമാക്കാം. ഇത് പയർ മാത്രമല്ല, ബീൻസ് ആയാലും അതുപോലെ തന്നെ ചീനാമരയ്ക്ക ആയാലും ചീര ആയാലും ഏത് വെജിറ്റബിൾസ് ആയാലും നമ്മൾ അരിയുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ജോലികളും തീർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ മലക്കറിയൊക്കെ അരിഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. ഇനി അടുത്ത ടിപ്സാണ് കുക്കർ ഉപയോഗിക്കുന്നത്. ഞാൻ കുക്കർ കേടാവാതിരിക്കാനുള്ള കുറേ ടിപ്സുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷർ ലൂസായാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് ചെന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നും ഞാൻ കുക്കറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അടുക്കളയിലൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ കുക്കറിൻ്റെ പിടി ലൂസായി പോയാലോ അല്ലെങ്കിൽ കുക്കറിൻ്റെ വാഷർ ഒന്ന് ലൂസായി പോയാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടിപ്സുകളാണ് കേട്ടോ. അപ്പം നമ്മൾ വാഷറൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് അടപ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് ആവിയൊക്കെ പുറത്ത് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു മിനിറ്റ് ഒന്ന് ഈ ഒരു വാഷർ ഊരി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളതെടുത്ത് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് പുറത്ത് ആവിയൊന്നും പോവാതെ തന്നെ നമുക്ക് പാചകം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, കുക്കറിൻ്റെ ആ ഒരു വാഷർ പെട്ടെന്ന് നമുക്ക് ആ ഒരു പിടി ഒന്ന് മുറുക്കാൻ വേണ്ടി നമ്മൾ ചെറിയ റബ്ബർ ബാൻഡ് കാണുമല്ലോ, വീട്ടിലെ റബ്ബർ ബാൻഡൊക്കെ എപ്പോഴും നമ്മളെ വീടുകളിൽ കാണും. അതൊന്ന് നമ്മൾ ഈ 2 സൈഡിലും ഒന്ന് ഓരോന്ന് വിധം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇറുക്കി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്കത് നല്ലതുപോലെ ഇറിവിയിരിക്കും.
അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ 2 സൈഡിലും ഓരോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിതുപോലെ വെച്ചിട്ട് പാചകം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ കുക്കർ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കിരിക്കും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതും നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാൻ ഈ ടിപ്സൊക്കെ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ കുക്കറിൻ്റെയൊക്കെ ഈ ഒരു സ്റ്റീം നമ്മൾ ആവി വരുന്ന ആ ഒരു സ്റ്റീം അത് പെട്ടെന്ന് നമ്മൾ അഴുക്കൊക്കെ കയറി അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവി പോവാതെ തന്നെ വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു ഇതെല്ലാം ഒന്ന് ഇളക്കി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം. ഇത് നമ്മൾ ഇടയ്ക്ക് കഴുകുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അഴുക്കൊന്നുമില്ല. അതപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളത് കഴുകി വൃത്തിയാക്കണം. അത് മാത്രമല്ല ഈ ഒരു ഹോള് എന്തെങ്കിലും ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഒരു പിന്നോ ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് മാത്രമല്ല നമ്മൾ ഈ പാചകം ചെയ്യുന്നതിന് മുമ്പേ ഈ ഒരു അടപ്പിലേക്ക് നിറയെ വെള്ളം ഒഴിച്ച് ആ ഹോളിൽ കൂടെ വെള്ളം വരുന്നെന്നോ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മൾ പാചകം ചെയ്യാൻ കുക്കർ ഉപയോഗിക്കണം. അപ്പം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സേഫ്റ്റി വാൾവാണ്. അത് നമ്മൾ 1 വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ ഒരു സേഫ്റ്റി വാൾവ് മാറ്റിയ ശേഷം നമ്മളത് പുതിയതൊന്ന് വാങ്ങിച്ചിടണം. കാരണം അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലും അതിൻ്റെ അകത്തൊക്കെ അഴുക്കുകൾ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇത് കേടായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു വാൾവ് ഒന്ന് മാറ്റിയ ശേഷം പുതിയതൊന്ന് വാങ്ങിച്ചിട്ട് അത് സൂക്ഷിക്കണം കേട്ടോ. അപ്പം കുറേ കാലം നമുക്ക് കുക്കർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ കുക്കറിൻ്റെ ഈ ഒരു പിടിയൊക്കെ ലൂസായി പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പല വീഡിയോയിലും അതൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൻ്റെ ആ ഒരു നാരൊന്ന് ഇതുപോലെ ഒന്ന് ആ ഒരു സ്ക്രൂവിലൊന്ന് ചുറ്റിയ ശേഷം നമ്മൾ മുടുക്കി കൊടുക്കുകയാണെങ്കിൽ അത് കുറേ നാൾ നമുക്ക് കേടാവാതിരിക്കും. അത് മാത്രമല്ല നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഒരു സ്ക്രൂ ഒന്ന് നല്ലതുപോലെ ഉരിയ ശേഷം ചെറുതായിട്ടൊന്ന് മെഴുക് ഒന്ന് ഉരുക്കി അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇറക്കി കൊടുക്കുകയാണെങ്കിലും അങ്ങനെയും നമുക്ക് കുറേ നാളത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ തുണിയൊക്കെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല് നമ്മൾ അതിലെ ഒരു സ്ക്രൂവിൽ ചുറ്റിയിട്ട് നമ്മളിതുപോലെ മുടുക്കി കൊടുക്കുകയാണെങ്കിലും നമുക്കത് കുറേ നാൾ നമുക്ക് അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോലെ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോലെ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.